അനുദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം. തിരുവസ്തുരനായ ഈശോയെ, ഇന്നേ ദിനം വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് 107 സങ്കീർത്തനം 19 വചനത്തിൻ്റെ ആദ്യ ഭാഗത്തെ അഭിഷേകത്തിന് വേണ്ടി. വചനം ഇപ്രകാരം പറയുന്നു: അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു. എപ്പോഴാണ് അവർ നിലവിളിച്ചത്? ജീവിത കഷ്ടതകൾ വന്നപ്പോൾ. അനുദിന ജീവിത കഷ്ടതകൾ നൊമ്പരങ്ങൾ വരുമ്പോൾ ദൈവമേ അങ്ങയുടെ സമയം ഓടി വരാനും അങ്ങയിൽ ആശ്രയിക്കാനും ദൈവമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകം ഈ സമയം ഓരോ ജീവിതങ്ങളിലും ഭക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം. ജീവിത കഷ്ടതകൾ കടന്നു വരുമ്പോൾ, ദുരിതങ്ങൾ കടന്നു വരുമ്പോൾ അത് കണ്ട് പരിഭ്രമിക്കാതെ പതറിപ്പോകാതെ ദൈവമേ എന്ന് അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നൊരു അഭിഷേകം ഈ സമയം ഒരു വ്യക്തിക്ക് നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കഷ്ടതകളും കർത്താവിനെ കാഴ്ചവെച്ചുകൊണ്ട് ഇരുകരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിക്കാം. യേശുവേ എന്ന് സ്തുതിക്കാം. ഈ സമയം ഈശോ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. സാധിക്കുന്നവർ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് ഡാനു ബിജാൻസ്, അരിക്കുട ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 3 സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത്. എനിക്ക് 3 വർഷമായി ശ്വാസമുട്ടലായിരുന്നു. ശ്വാസമുട്ടൽ കാരണം ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു. എനിക്ക് ഉറങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല. ഒട്ടും നടക്കാനൊന്നും പാടില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഏകദിന കൺവെൻഷനിൽ ഞാനിവിടെ വന്ന് പങ്കുചേർന്ന് ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനോട് കണ്ട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു 60 ദിവസം വെഞ്ചിരിച്ച വെള്ളം കഴിക്കാൻ പറഞ്ഞു. 60 ദിവസം കഴിച്ചപ്പോഴത്തേക്കും എൻ്റെ ആ ശ്വാസം മുട്ടൽ എനിക്ക്
പൂർണ്ണമായും സുഖപ്പെട്ടു. നല്ല ഈശോയ്ക്ക് നല്ലൊരു കരോഷം, നല്ലൊരു കരോഷം. രണ്ടാമതായിട്ട് എൻ്റെ ബ്രസ്റ്റിൽ എനിക്കൊരു മുഴ ഉണ്ടായിരുന്നു. അത് സർജനെ കണ്ടപ്പോൾ മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് പ്രായമാകാത്തതുകൊണ്ട് അവരത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്നപ്പോൾ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചപ്പോൾ ജോർജി അച്ഛൻ പറഞ്ഞു 60 ദിവസം വെഞ്ചരിച്ച വെള്ളം കുടിക്കാൻ പറഞ്ഞു. 16 ദിവസം ആകുമ്പോഴത്തേനും പൂർണ്ണമായി സുഖപ്പെടുമെന്ന് പറഞ്ഞു. 16 ദിവസം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ എനിക്കത് സുഖമാകുകയും ചെയ്തു. ആ മഴ അപ്രത്യക്ഷമായി. കാരമേത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഈശോ ഇന്നും ജീവിക്കുന്നു. ആ മഴ അപ്രത്യക്ഷമാകിയ ദൈവത്തിന്റെ ഇടപെടലാണ്. നമുക്ക് സാക്ഷി കേൾക്കാം. ഒന്നുകൂടിയുണ്ട്. ഞങ്ങളുടെ പറമ്പിൽ തടി വയ്ക്കാൻ ഭയങ്കര തടസ്സമായിരുന്നു. ഒന്നും വിൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. അങ്ങനെ അച്ഛനെ ഇവിടെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ജോർജ് അച്ഛൻ പറഞ്ഞു 60 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിച്ചതിന് ഞങ്ങൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് പറമ്പിലെ തടി ഞങ്ങൾക്ക് നല്ല വിലയ്ക്ക് വിൽക്കാൻ സാധിച്ചു. താബോർ മാതാവിനും ഈശോയ്ക്കും 1000. ഈ ദിനം ഈശോയോടൊപ്പം